Hi guys, welcome to Shank's Info. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു കർട്ടൻ നമ്മുടെ വിൻഡോസിൻ്റെ സൈഡിലുള്ള കർട്ടൻ അല്ലെങ്കിൽ ഡോർ കർട്ടൻസ് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നുള്ളതിൻ്റെയാണ്. ഓക്കെ, ഇതിപ്പോൾ ഒരു റൂമിൽ ഞാൻ ഫിക്സ് ചെയ്തേക്കുന്ന കർട്ടനാണ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കർട്ടൻ നോക്കി അറിയാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി കർട്ടനാണ്. ആമസോണിൽ നിന്നാണ് മേടിച്ചേക്കണത്. ഞാൻ ലിങ്ക് കൊടുക്കാം താഴെ. ഓക്കെ, പല ഡിസൈനുണ്ട്. മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോളിസ്റ്ററാണ്. ഓക്കെ, പോളിസ്റ്റർ മെറ്റീരിയലാണ്. ഇതിപ്പോൾ എന്താ നമുക്ക് ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ട ഐറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട കർട്ടനാണ്. ഓക്കെ, മെയിനായിട്ട് വേണ്ട കർട്ടനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡാണ്. ഓക്കെ, നമ്മൾ കർട്ടൻ ഫിക്സ് ചെയ്യുന്ന റോഡാണ്, ടോപ്പിലെ റോഡാണ്. പിന്നെ അതിൻ്റെ സ്ക്രൂസും ബ്രാക്കറ്റ്സും ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം പിന്നെ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർട്ടനാണ്. ഓക്കെ, കർട്ടൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് പല പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ 7 ഫീറ്റ് കർട്ടനാണ്. ഓക്കെ, ടോപ്പ് ടു ബോട്ടം, താഴെ ഗ്രൗണ്ട് വരെ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ 7 ഫീറ്റ് കർട്ടനാണ് വരുന്നത്. 5 ഫീറ്റിൻ്റെ കർട്ടനുണ്ട്. വിൻഡോ മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 5 ഫീറ്റ് വിൻഡോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വിൻഡോൻ്റെ ഏരിയ മാത്രം കവേർഡ് ആവും. അങ്ങനത്തെ ടൈപ്പും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ 7 ഫീറ്റാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഓരോ പീസും ഇതിൻ്റെ കണ്ടോ, ഇതിപ്പോൾ ഒരു പീസാണ്. ഈ ഒരു പീസിൻ്റെ വിഡ്ത്ത് വരുന്ന 4 ഫീറ്റാണ്. അതേപോലെ ഇത് അടുത്ത പീസാണ്. ഓക്കെ, കണ്ടോ, 2 പീസാണ്. ഈ ഓരോ പീസിൻ്റെ വിഡ്ത്ത് വരുന്ന 4 ഫീറ്റാണ്. ഹൈറ്റ് വരുന്ന 7 ഫീറ്റാണ്. ഇതും അതേപോലെ തന്നെ. ഇതിപ്പോൾ 4 പീസസ് ഇട്ടിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ കറക്റ്റ് പൊസിഷനിങ് വന്നേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 വിൻഡോസ് ഉണ്ട്. 1 2 3 വിൻഡോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ 3 വിൻഡോസിൻ്റെ ലെങ്ത്ത് വച്ചിട്ടാണ് നമ്മൾ ഈ കർട്ടൻ റോഡും നമ്മുടെ കർട്ടനും സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യം ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിൻഡോസിന് മെഷർമെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഏകദേശം ഒരു 0.50 മീറ്ററാണ് വരുന്നത്. ഇത് 15 മീറ്ററിൻ്റെ ടേപ്പാണ്. ഓക്കെ, 0.50 മീറ്റർ വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു നിയർലി 20 ഇഞ്ചസ് വരും. ഓക്കെ, അപ്പം അങ്ങനെ അതേപോലെ തന്നെ 3 വിൻഡോസ് വരും. ഓക്കെ, അപ്പോൾ ഒരു വിൻഡോ 20 ഇഞ്ചസ് ആകുമ്പോഴത്തേക്കും അടുത്ത വിൻഡോ വരുമ്പോഴത്തേക്കും നമുക്ക് 20 ആവും. അപ്പോൾ 3 വിൻഡോസ് വരുമ്പോൾ 20 × 3 വരുമ്പോഴത്തേക്കും ഏകദേശം 60 ഇഞ്ചസ് വരും. ഇനി 60 ഇഞ്ചസ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5 ഇഞ്ചസോളം നമുക്ക് സൈഡിലേക്ക് നമുക്ക് എക്സ്റ്റൻഷൻ ഉണ്ട് റോഡിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് മിനിമം നിങ്ങൾക്ക് എടുക്കേണ്ട റോഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 × 3. ഓക്കെ, 60 പ്ലസ് 5 പ്ലസ് 5 ഇഞ്ച്. ഓക്കെ, അപ്പോൾ 20 ഇഞ്ചസിൻ്റെ 3 വിൻഡോസ്, അപ്പോൾ 60 ഇഞ്ചസായി. പ്ലസ് 2 സൈഡിലും 5 ഇഞ്ചസ് വെച്ചിട്ട് നമ്മൾ ഗ്യാപ്പ് ഇടുവാണെങ്കിൽ ഏകദേശം നമുക്കൊരു 5 + 5 എന്ന് പറയുമ്പോഴത്തേക്കും 10 ഇഞ്ചസ് വരും. ഓക്കെ, അപ്പോൾ 60 + 10 70 ഇഞ്ചസ് എങ്കിലും മിനിമം വരുന്ന റോഡ് വേണം. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്ന റോഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ആമസോണിൻ്റെ. അപ്പോൾ ഈ റോഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 48 ഇഞ്ച് ടു 88 ഇഞ്ച് വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന റോഡാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ 2 പൈപ്പുണ്ട്. നമുക്ക് ഫിക്സ് ചെയ്യുമ്പോൾ കാണാം. അന്ന് തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 48 ഇഞ്ച് ടു 88 ഇഞ്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള റോഡാണ്. നമ്മുടെ ആവശ്യം അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ക്യാപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ടൈറ്റ് ആയിക്കോളും. ഓക്കെ, ഇനി നമുക്കത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ റോഡിൻ്റെ പാക്കിംഗ് വരുന്നത്. ഓക്കെ, ഇത്ര ഐറ്റംസാണ് റോഡിൻ്റെ ബോക്സിൽ വരുന്നത് ആമസോണിൻ്റെ. ഓക്കെ, ഇത് നമ്മുടെ റോഡാണ്, കർട്ടൻ റോഡാണ്. ഇത് ഈ സൈഡ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു സൈഡ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ നമ്മൾ മറ്റേ സൈഡിലേക്ക് ലിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ കണ്ടോ, ആ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് 48 ഇഞ്ചസ് ടു 88 ഇഞ്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന റോഡ്. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ടൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ അകത്തേക്ക് പോകും. ഇതാണ് ബൈ ഡിഫോൾട്ട്. ഇത് 48 ഇഞ്ചസ് ഉണ്ട് റോഡ്. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് 88 ഇഞ്ചസിൻ്റെ ഉള്ളിൽ നമുക്ക് നിർത്താൻ പറ്റും, നമുക്ക് ആവശ്യമുള്ള ഇഞ്ചസ്. അപ്പം നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ കർട്ടൻ റോഡ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ലെങ്ത് അനുസരിച്ച് സെലക്ട് ചെയ്യണം എത്ര ഇഞ്ചസാണ് നിങ്ങളുടെ റിക്വയർമെൻ്റ് എന്ന്. പിന്നെ ഇതിൻ്റെ ഒപ്പം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ബ്രാക്കറ്റാണ്. 1 2 3 ബ്രാക്കറ്റാണ്. അതിൻ്റെ സ്ക്രൂസും അതിൻ്റെ ഗ്രിപ്പുമാണ് വരുന്നത്. പിന്നെ നമ്മുടെ 2 എഡ്ജിൽ ഫിക്സ് ചെയ്യാനുള്ള, നിങ്ങൾ നേരത്തെ കർട്ടൻ കണ്ടു, കർട്ടൻ്റെ 2 എഡ്ജിൽ ഫിക്സ് ചെയ്യാനുള്ള ഐറ്റംസാണ്. ഓക്കെ, അതിൻ്റെ ക്ലോഷറാണ് വരുന്നത്. അതിൻ്റെ ക്ലോഷറും 2 എണ്ണം വരുന്നുണ്ട്.
അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഒരു കർട്ടൻ റോഡും 3 ബ്രാക്കറ്റും 2 എഡ്ജിൽ ഫിക്സ് ചെയ്യാനുള്ള ക്ലോഷറും. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഇനി നമ്മൾ കർട്ടൻ എടുത്തേക്കുന്നത് നിങ്ങൾ നേരത്തെ കണ്ടു, ഒരു ബ്രൗൺ എന്ന് പറഞ്ഞ വേർഷനാണ്. ഇതിൻ്റെ ഓരോ പീസിൻ്റെ ലെങ്ത്ത് 7 ഫീറ്റാണ്, വിഡ്ത്ത് വരുമ്പോൾ 4 ഫീറ്റാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഫിക്സ് ചെയ്തേക്കുന്ന അനുസരിച്ചാണെങ്കിൽ 4 കർട്ടൻസ് ഉണ്ട്. ഓക്കെ, 4 പീസിൻ്റെ ഒരു സെറ്റാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ 4 പീസായിട്ട് നമുക്ക് ആ സെറ്റായിട്ട് കിട്ടും. 3 വിൻഡോ കവർ ചെയ്യണമെങ്കിൽ 4 പീസെങ്കിലും വേണ്ടി വരും കറക്റ്റായിട്ട് കവർ ചെയ്യണമെങ്കിൽ. ഓക്കെ, ഇതിൻ്റെ ബ്രൗൺ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്, പോളിസ്റ്ററാണ് മെറ്റീരിയൽ. ഇതാണ് നമുക്ക് എൻ്റെ ബ്രാക്കറ്റ് വരുന്നത്. ഓക്കെ, ഈ ബ്രാക്കറ്റിനകത്താണ് നമുക്ക് കർട്ടൻ റോഡ് പ്ലേസ് ചെയ്യാനുള്ളത്. ഈ ബ്രാക്കറ്റിനകത്ത് സ്ക്രൂസ് ഉണ്ട്, അത് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കർട്ടൻ റോഡ് ടൈറ്റായിട്ടിരിക്കും. ഓക്കെ, ഇത് രണ്ടിൻ്റെ സെക്ഷൻ നമുക്ക് വാളിലേക്ക് സ്ക്രൂ ചെയ്യാനുള്ളതാണ്. അതേപോലെ 3 ബ്രാക്കറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും 2 ബ്രാക്കറ്റ് 2 എഡ്ജിലും 1 ബ്രാക്കറ്റ് മിഡിലും അങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് അതിൻ്റെ സ്ക്രൂസും ഗ്രിപ്പുമാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഒരു ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രില്ലിംഗ് മെഷീൻ വേണം. നമുക്ക് കറക്റ്റായിട്ട് ഹോള് ഡ്രില്ല് ചെയ്തിട്ട് ഗ്രിപ്പ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്രാക്കറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളപ്പോൾ ബ്രാക്കറ്റ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടോപ്പ് സെക്ഷനിൽ നിന്ന് ഏകദേശം ഒരു 4 to 6 ഇഞ്ചസ് ഹൈറ്റിൽ ഫിക്സ് ചെയ്യണം. എന്നുണ്ടെങ്കിൽ ആ 7 ഫീറ്റിൻ്റെ കർട്ടൻ കറക്റ്റായിട്ട് ഒരു ഫ്ലോറിൽ മുട്ടാതെ ഇത്തിരി ഒന്ന് ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇടണം താഴേക്ക്. അപ്പോൾ ഒരു 4 to 6 ഇഞ്ചസ് വേണം ഹൈറ്റ്. അതേപോലെ തന്നെ നമ്മുടെ ഈ വിൻഡോൻ്റെ എഡ്ജിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കും മറ്റേ സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഏകദേശം ഒരു 4 to 6 ഇഞ്ചസ് വിഡ്ത്ത് വിട്ടിട്ട് വേണം നമ്മുടെ ബ്രാക്കറ്റ് ഫിക്സ് ചെയ്യാൻ. എന്നുണ്ടെങ്കിൽ ആ കട്ടൻ നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ടേൺ ചെയ്യുമ്പോഴത്തേക്കും അതിനെ കറക്റ്റായിട്ട് കിടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും ഗ്യാപ്പ് നിങ്ങൾ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഫസ്റ്റ് കട്ടൻ ഇൻസ്റ്റാൾ ചെയ്തേക്കണം മുകളിൽ ഏകദേശം ഒരു 5.25 ഇഞ്ചസ് ഹൈറ്റിലാണ്. ഓക്കെ, താഴെ ഇവിടുത്തെ ഇഞ്ചസ് ഏകദേശം 4 ഇഞ്ചസിലാണ്. നമുക്ക് അതേപോലെ തന്നെ ഇവിടെ ബ്രാക്കറ്റ് സെറ്റ് ചെയ്യാം. 4 ഇഞ്ചസ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, 4 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇത് നമ്മുടെ ടോപ്പിലേക്ക് നമ്മൾ 5.25 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. 5.25 ഇഞ്ചസ് എടുത്തിട്ട് നമ്മൾ അവിടെ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് 3 പൊസിഷൻസ് വേണം. ഇതിപ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് എൻഡാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടു 5.25യുടെ മാർക്കിംഗ് ആണിത്. ഇത് 4 ഇഞ്ചസ് ഫ്രം ദ ഫ്രെയിമാണ്. ഇത് 5.25 ഇഞ്ചസ് ആണ്. ഇനി നമുക്ക് ബ്രാക്കറ്റ് എടുത്തിട്ട് മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ 5.25 ഇഞ്ചസിൻ്റെ പുറത്ത് സൈഡിൽ വെച്ചിട്ട് നമ്മൾ 2 സ്ക്രൂസ് ഉണ്ട് നമുക്ക്. ഓക്കെ, ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ടോപ്പിലും. അത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ടോപ്പിലും നമ്മൾ മാർക്ക് ചെയ്യുകയാണ്, 2 പൊസിഷൻ. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ബ്രാക്കറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് റൈറ്റ് സൈഡിലെ ബ്രാക്കറ്റ് ചെയ്യാം. 3 ബ്രാക്കറ്റാണുള്ളത്. ഇതിപ്പോൾ 1 ബ്രാക്കറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ പൊസിഷനിൽ 2nd ബ്രാക്കറ്റ് വരണം. പിന്നെ റൈറ്റ് പൊസിഷനിൽ 3rd ബ്രാക്കറ്റ്. ഓക്കെ, 25 ഇഞ്ചസിനാണ് അവിടെ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അതിൻ്റെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഓക്കെ നടുക്കത്തെ ബ്രാക്കറ്റും വെച്ചു. ഇതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ബ്രാക്കറ്റും കൂടി വയ്ക്കുക. 4 ഇഞ്ചസ് എടുത്തിട്ട് നമ്മൾ ടോപ്പിലേക്ക് നമ്മുടെ 5.25 ഇഞ്ചസ് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഹോൾ ഡ്രില്ല് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡ്രില്ല് ചെയ്യാണ്. ഓക്കെ, ഇതിപ്പോൾ ഡിവോൾട്ടിൻ്റെ DWD024 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. മുകളിൽ കാർഡ്സ് ആയിട്ട് കൊടുക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ചാനലിൽ. അപ്പോൾ ഈ 2 പൊസിഷനിൽ നമ്മൾ ഡ്രില്ല് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഡസ്റ്റ് താഴെ വീഴാതെ ഇരിക്കാൻ വേണ്ടി ഒരു കവർ വെച്ചേക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഗ്രിപ്പ് വെച്ചിട്ടുണ്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ബ്രാക്കറ്റിന്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള സ്ക്രൂസൊക്കെ കൂടി നമ്മൾ ഡ്രില്ല് ചെയ്തെടുക്കുക. ബാക്കിയുള്ള ബ്രാക്കറ്റ്സൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് കർട്ടൻ ഇൻസേർട്ട് ചെയ്യാം.
അപ്പോൾ ഇത് നമ്മുടെ ഒരു സൈഡിലെ ക്ലോഷറാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ സ്ക്രൂ ഉണ്ട്. ഇത് ഇതിനകത്തേക്ക് കയറ്റിയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാം. അപ്പം നമ്മളിനി ഒന്ന് മൗണ്ട് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കർട്ടൻ്റെ ഒരു സെക്ഷൻ അപ്പുറത്തേക്ക് ആവണം. 2 കർട്ടൻ്റെ പീസ് ഒരു സൈഡിൽ, ഓക്കെ. ബാക്കിയുള്ള കർട്ടൻ്റെ പീസ് മറ്റേ സൈഡിലേക്കായിരിക്കണം. നമ്മുടെ മിഡിൽ സെക്ഷൻ കഴിഞ്ഞിട്ട് വേണം, ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് മൗണ്ട് ചെയ്തു. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. നമ്മൾ വച്ചതിന് ശേഷം നമ്മുടെ 2 കർട്ടൻ്റെ പീസ് ഈ സൈഡിലും, ഓക്കെ, മിഡിലിന് അപ്പുറത്ത് 2 പീസും ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. റോഡ് എക്സ്റ്റെൻഡ് ചെയ്യുക, ആവശ്യമുള്ള അത്ര എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ സൈഡ് ക്ലോഷർ ടൈറ്റ് ചെയ്യാം. നിങ്ങൾക്ക് റോഡ് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്രാക്കറ്റിന് അവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് നിങ്ങൾ ടൈറ്റ് ചെയ്യാം. അത് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റോഡിന് ഷേക്കില്ലാതെ ഇരിക്കും, ഓക്കെ. 3 ബ്രാക്കറ്റ്സിനും ഉണ്ട്. ഈ സ്ക്രൂ നിങ്ങൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റിന് ഷേക്കൊന്നും ഇല്ലാതെ ഇരിക്കും. അപ്പോൾ 899 കർട്ടൻ്റെ 4 പീസ് സെറ്റിന് വരുന്നത്. അതേപോലെ കർട്ടൻ റോഡിന് ഏകദേശം 1100 വരും. 48 ഇഞ്ചസ് ടു 88 ഇഞ്ചസ് ആണ്, ഓക്കെ. 4 പീസ് സെറ്റെങ്കിലും വേണ്ടി വരും ഒരു 3 സെക്ഷൻ വിൻഡോ കവർ ചെയ്യാൻ. അപ്പോൾ ഏകദേശം ഒരു 2000 എന്ന് പറഞ്ഞ രീതിയിലാണ് ഈ കർട്ടൻ്റെ വരുന്നത്. ഇൻസ്റ്റലേഷൻ നമ്മൾ തന്നെ ചെയ്യണ കാരണം അതിന് ചാർജസ് ഒന്നും വരുന്നില്ല, ഓക്കെ. നമുക്ക് ഒരു 2000 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ എമൗണ്ട് അല്ല. നമ്മൾ പുറത്തുനിന്നൊക്കെ വിളിച്ച് കർട്ടൻ റോഡും ഇതൊക്കെ കർട്ടനൊക്കെ മേടിച്ച് ചെയ്യുവാണെങ്കിൽ അതിൽ കൂടുതൽ എമൗണ്ട് ആവും. അപ്പോൾ നമ്മുടെ കർട്ടൻ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റിയത് 7 ഫീറ്റാണ്. 4 പീസസ് ഉണ്ട്. നമ്മൾ കർട്ടൻ റോഡും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കണ്ടു, ബ്രാക്കറ്റ്സൊക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കണ്ടു. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ 2 പീസും ഞാൻ ആമസോണിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ആണെങ്കിൽ ഇത് തന്നെ മേടിക്കുക, ഇല്ലെങ്കിൽ വേറെ ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. എപ്പോഴും നിങ്ങൾ മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് വേണം മേടിക്കാൻ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ലെങ്ത്തും വിഡ്ത്തും കറക്റ്റ് ആവില്ല, ഓക്കെ. അപ്പോൾ നമുക്ക് തന്നെ ഈസി ആയിട്ട് ഈ കർട്ടൻ ഇൻസ്റ്റാൾ ചെയ്യാനേ ഉള്ളൂ, വേറെ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല, ഓക്കെ. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.